ഒരു വീട് വയ്ക്കുമ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിംഗ് മുതൽ ഫൈനൽ വരെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അത് എങ്ങനെ വാസ്തുവുമായി കണക്ട് ചെയ്യുന്നു എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ സിമ്പിളായി എല്ലാവർക്കും മനസ്സിലാക്കുക എന്നതാണ് ഈ പരമ്പരയിലൂടെ സമസ്ത ഹോംസ് ഉദ്ദേശിക്കുന്നത്. ആദ്യമായി നമ്മുടെ കുറച്ച് സംശയങ്ങൾ ആദ്യം നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തേത്, വാസ്തുവിൽ വീട് വെച്ചാൽ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകുമോ? അടുത്തത്, എല്ലാ സ്ഥലങ്ങളിലും വാസ്തു നിയമങ്ങൾ ഒരുപോലെയാണോ? എന്നാൽ വാസ്തു നിയമങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും, അതിപ്പോൾ ഇന്ത്യയിലായാലും വിദേശത്തായാലും ഒരുപോലെ തന്നെയാണ്. എന്നാൽ ഓരോ സ്ഥലത്തെയും ഭൂപ്രകൃതി അനുസരിച്ച് അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അതിൻ്റെ രീതിയിൽ ചില വ്യത്യാസങ്ങൾ വരാം. തുടർന്നുള്ള വീഡിയോകളിൽ അതിനെ സംബന്ധിച്ച് ഞങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഇനി മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുമോ എന്നുള്ളത്, 4 ഘടകങ്ങളാണ് നമ്മുടെ ജീവിതത്തെ ആശ്രയിച്ചിരിക്കുന്നത്. 1, പൂർവ്വജന്മത്തിലെ കർമ്മം. 2, ഈ ജന്മത്തിലെ കർമ്മം. 3, നമ്മുടെ വീട്. 4, ഭാഗ്യം, ദൗർഭാഗ്യം. ഇതിൽ 50% നമ്മുടെ നിയന്ത്രണത്തിലും 50% നമുക്ക് വന്നു ചേരേണ്ടതുമാണ്. ഇവിടെ 1ഉം 4ഉം നമ്മളെ സ്വാധീനത്തിലല്ല. എന്നാൽ 2ഉം 3ഉം ഘടകങ്ങൾ, അതായത് ഈ ജന്മത്തിലെ കർമ്മവും വീടും, ഇവ യുക്തിപൂർവമായ അല്ലെങ്കിൽ വിവേകപൂർവമായ തീരുമാനത്തിലൂടെ നമ്മുടെ നിയന്ത്രണത്തിലാക്കാൻ നമുക്ക് സാധിക്കും. അപ്പോഴും നമ്മുടെ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരമാവുന്നുണ്ടോ? ഇല്ല. പകുതി മാത്രമേ പരിഹാരമാവുന്നുള്ളൂ. ബാക്കി പകുതി നാം കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ജീവിതം. ആദ്യം ഭൂമിയിൽ നിന്നും തുടങ്ങാം. ഭൂമി ഇല്ലാത്തവർ ആണെങ്കിൽ ഭൂമി വാങ്ങണം. എന്നാൽ ഭൂമി ഉള്ളവർ ഇത് നോക്കേണ്ട കാര്യമില്ല. പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങൾ മാത്രം പരിഹരിക്കുക. പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ ആലോചിച്ച് സമയം കളയേണ്ട കാര്യവും ഇല്ല. അതുപോലെ ഈ പരമ്പര കണ്ടിട്ട് ഉള്ള ഭൂമി വിൽക്കാനോ വീട് ഒരുപാട് കാശ് കൊടുത്ത് പുതുക്കി പണിയാനോ നോക്കരുത്. ചെറിയ ചെറിയ തിരുത്തുകൾ, അതും നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ മാത്രം ചെയ്യുക. പണി തീർന്നിട്ട് ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന വീടാണെങ്കിൽ ഈ മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഒന്നും ആലോചിക്കാതെ അവിടെ വളരെ സന്തോഷമായി താമസിക്കുക. വീട് പണിയുന്നതിലേക്കായി ഭൂമി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി വസ്തു നോക്കാൻ പോകുന്നതിന് മുൻപായി അവരോട് ചോദിച്ചറിയാനുള്ള കുറച്ച് മാറ്റേഴ്സ് പറയാം. അതായത് ആധാരം ഒറിജിനൽ ഉണ്ടോ, മുൻ ആധാരമുണ്ടോ, ലാൻഡ് ടാക്സ് കറക്റ്റാണോ, കൈവശ സർട്ടിഫിക്കറ്റ് ഉണ്ടോ, ബാധ്യത സർട്ടിഫിക്കറ്റ് ഉണ്ടോ, BTR അതായത് ബേസിക് ടാക്സ് രജിസ്റ്റർ, അതായത് നമ്മുടെ ഭൂമി നിലം ആണോ പുരയിടമാണോ എന്ന് പണ്ട് കാലത്ത് ഒക്കെ ഉള്ളത് അതുപോലെ നമുക്ക് അറിയാൻ പറ്റും. എത്ര പഴക്കമുള്ള വസ്തു ആയാലും നമുക്ക് ആ നിലം പുരയിടം കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നതാണ് BTR. ഇവയെല്ലാം ഉണ്ടോ, ഇനി അഥവാ എന്തെങ്കിലും കേസിലുള്ള വസ്തുവാണോ, ലോൺ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. കാരണം ഇതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് ആ വസ്തു കണ്ട് വെറുതെ സമയം കളയേണ്ട കാര്യമില്ല. ഇനി പ്രോപ്പർട്ടിയുടെ ഡോക്യുമെൻസിനെ കുറിച്ച്, എന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് ചെക്ക് ചെയ്യേണ്ടത്, ആ കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത എപ്പിസോഡിൽ പറയുന്നുണ്ട്. ഇനി പ്ലോട്ടിലെത്തിയാൽ നമ്മൾ ഡോക്യുമെൻറ്റ്സ് എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞു, പ്ലോട്ടിലെത്തിയാൽ ചെയ്യേണ്ട കാര്യങ്ങൾ. 1, ഈ പ്ലോട്ടിൽ നമ്മൾ നിന്നുകൊണ്ട് 4 മഹാദിക്കുകൾ, നമുക്കറിയാം 4 മഹാദിക്കുകൾ ഏതൊക്കെയാണെന്ന്: കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക്. ഇതിലേതെങ്കിലും ഒരു ദിക്കിന് അഭിമുഖമായാണോ ആ ഭൂമി എന്ന് ആദ്യം നമ്മൾ കണ്ടെത്തണം. അല്ലെങ്കിൽ ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഭൂമിയെ വീട് വയ്ക്കുമ്പോൾ വീടിനെ നമുക്ക് ദിക്കനുസരിച്ച് നിർമ്മിക്കാൻ കഴിയുമോ എന്ന് നോക്കണം. അതിന് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ മൊബൈലിൽ കോമ്പസ് എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്യാൻ ചില മൊബൈലിൽ ഓൾറെഡി ഫോൺ മേടിക്കുമ്പോൾ തന്നെ ഉണ്ടാവാനാണ്. അത് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ആ ഭൂമി ദിക്കിന് അനുകൂലമായിട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തേത് ഭൂമിയുടെ ആകൃതിയാണ്. അതായത് സമചതുരത്തിലുള്ളതോ ദീർഘചതുരത്തിലുള്ളതോ ആയ പ്ലോട്ടാണ് നല്ലത്. അല്ലെങ്കിൽ ഈ പ്ലോട്ടിനെ നമ്മൾ ഈ പിക്ചറിൽ കാണുന്നത് പോലെ സമചതുരമാക്കി അല്ലെങ്കിൽ ദീർഘചതുരമാക്കി തിരിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അതും ഓക്കെയാണ്. ഇനി മൂന്നാമത്തെ കാര്യം, ഭൂമിയുടെ ചരിവ്. ഭൂമിയുടെ ചരിവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഉയർന്ന് വടക്ക് കിഴക്ക് താഴ്ന്ന ഭൂമിയാണ് ഏറ്റവും ഉത്തമം എന്ന് പറയാറുള്ളത്. അല്ലെങ്കിൽ ഒന്നുകിൽ തെക്ക് ഭാഗം ഉയർന്നിരിക്കണം, വടക്ക് ഭാഗം താഴ്ന്നിരിക്കണം, അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗം ഉയർന്ന് കിഴക്ക് ഭാഗം താഴ്ന്നിരിക്കുന്ന ഭൂമി.
അതാണ് നല്ല ഭൂമി. ഇനി ഇതിലേതെങ്കിലും ഒരു കണ്ടീഷൻ ഓക്കെ ആയാലും നല്ലതാണ്. തെക്ക് ഉയർന്ന് പടിഞ്ഞാറ് താഴ്ന്നതിന് ശേഷം കിഴക്ക് ഉയർന്നിട്ട് വടക്ക് താഴ്ന്ന്, അതൊക്കെ മധ്യമത്തിൽ വരുത്താൻ പറ്റുന്ന ഭൂമിയാണ്. ഇതിൻ്റെ ലോജിക്ക് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഈ സൂര്യൻ ഉദിച്ചു വരുമ്പോഴത്തേക്ക് അതിൻ്റെ കിരണങ്ങൾ ഭൂമിയിൽ പതിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കിണറിൻ്റെ സ്ഥാനം സാധാരണ വടക്ക് അല്ലെങ്കിൽ കിഴക്ക് വശത്താണ്. അതിൻ്റെ ഡീറ്റെയിൽഡ് പിന്നീട് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ആ കിഴക്ക് വശത്ത് അല്ലെങ്കിൽ വടക്ക് വശത്ത് ഫുള്ളായിട്ട് എടുക്കത്തില്ല, 1/4 അവിടെ നിന്ന് ഒഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്നത്. പിന്നെ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഭാഗം, ഈ കിഴക്കല്ലെങ്കിൽ വടക്ക് ഭാഗം താഴ്ന്നിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയിൽ പതിക്കുന്ന ജലം അത് ഒഴുകി മണ്ണിനടിയിലൂടെ ഒഴുകി ഈ കിണറിൽ വെള്ളം നിലനിൽക്കാനുള്ള ചാൻസ് വളരെ കൂടുതലായതുകൊണ്ട് കൂടിയാണ്. ഇതിനെല്ലാത്തിനും നമുക്ക് പരിഹാരം ചെയ്യാൻ പറ്റും. അതായത് മണ്ണിട്ട് നികത്തി അളന്ന് തിരിച്ച് റെഡിയാക്കാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് നമ്മുടെ കയ്യിൽ വീണ്ടും കാശ് ചിലവാകും. അപ്പോൾ നമ്മളൊരു ഭൂമി മേടിക്കുന്ന സമയത്ത് ഇതെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് വീണ്ടും കൂടുതൽ പൈസ ചിലവാകത്തില്ല. പിന്നെ അതല്ല എന്ന് ഉണ്ടെങ്കിൽ നമുക്ക് ആ എമൗണ്ട് കൂടി കാൽക്കുലേറ്റ്, അത് മണ്ണിട്ട് നികത്താണെങ്കിൽ എത്ര ലോഡ് മണ്ണ് ഇടേണ്ടി വരും, ആ കാര്യങ്ങളൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതുകൂടി നമ്മളെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തേണ്ടി വരും. 4ാമത്തെ കാര്യം വാട്ടർ, ജലം, ഇലക്ട്രിസിറ്റി. അതായത് വീട് നിർമ്മിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ കണക്ഷൻ എടുക്കാൻ സാധിക്കും. കാര്യം ഗവൺമെൻറ് വാട്ടർ കണക്ഷൻ എല്ലായിടത്തും എത്തുന്നുണ്ട്. അപ്പം അങ്ങനെ ആണെങ്കിൽ തന്നെ നമുക്ക് വീട് നിർമ്മിക്കുന്നതിന് നമുക്ക് വെള്ളം അത്യാവശ്യമാണ്. കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് വെള്ളം വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമുക്ക് കൺസ്ട്രക്ഷൻ കോസ്റ്റ് എന്ത് ചെയ്യും, കൂടും. ഇനി വാട്ടർ കണക്ഷൻ നമുക്ക് വേണമെങ്കിൽ എടുക്കാം, അപ്ലൈ ചെയ്തെടുക്കാം. പക്ഷേ അത് കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒരു പ്ലോട്ട് മേടിക്കാൻ പോകുമ്പോൾ ഇതെല്ലാം നമ്മൾ നോക്കണം. അവിടെ വെള്ളം കിട്ടുമോ, അവിടെ നമ്മൾ കുഴിച്ചാൽ വെള്ളം കിട്ടുമോ, അപ്പോൾ വെള്ളത്തിൻ്റെ നമുക്ക് അവിടെ നിന്ന് വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൺസ്ട്രക്ഷൻ കോസ്റ്റ് നമുക്ക് കുറവ് വരും. ഇനി അതുപോലെ തന്നെയാണ് ഇലക്ട്രിസിറ്റി. ഈ പ്ലോട്ടിൻ്റെ അടുത്ത് പോസ്റ്റ് ഉണ്ടോ, ഇനി എത്ര ദൂരത്താണ് ഈ പോസ്റ്റ് നിൽക്കുന്നത്, ദൂരെയാണെങ്കിൽ അവിടെ നമ്മൾ എത്ര പോസ്റ്റ് ഇടേണ്ടി വരും, അത് നമ്മൾ മാനിലോട്ടൊന്ന് കാൽക്കുലേറ്റ്. സാധാരണ പോസ്റ്റ് ഇടുന്നതിന് ഒരു 25 അല്ലെങ്കിൽ 35 മീറ്ററിന് അടുത്ത് വരെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ അതിന് ഉള്ളിലാണെങ്കിൽ അല്ലെങ്കിൽ വേറൊരു പ്ലോട്ടിൽ കൂടിയാണ് ഈ ഇത് വരുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ പ്ലോട്ടിലുള്ള കൺസെൻറ്റ് നമ്മൾ മേടിക്കേണ്ടി വരും. അതല്ലെങ്കിൽ നമ്മളവിടെ പോസ്റ്റ് ഇടേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. പോസ്റ്റ് ഇടുന്ന ഒരു പോസ്റ്റിന് ഇന്നത്തെ ചാർജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 15,000 രൂപ മുതൽ 18,000 രൂപ വരെ ഒരു പോസ്റ്റ് ഇടുന്നതിന് ചാർജ് ഉണ്ട്. അപ്പം ഒരു 2 പോസ്റ്റ് ഇടുമ്പോൾ തന്നെ അവിടെ നമ്മൾ എമൗണ്ട് വ്യത്യാസം വരും. ഇത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കിയിട്ട് അതും കൂടി നമ്മൾ എന്ത് ചെയ്യും, ബഡ്ജറ്റിൽ കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി 5ാമത്തെ കാര്യം നമ്മൾ നോക്കേണ്ടത് റോഡ് ആക്സസ് ഉണ്ടോ എന്നാണ്. ഈ പ്ലോട്ടിലേക്ക് വഴിയുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അത് വഴിയെന്ന് പറഞ്ഞാൽ ചെറിയ വഴിയല്ല, ടിപ്പർ പോലുള്ള വലിയ വാഹനങ്ങൾ കയറുന്ന പ്ലോട്ടാണോ എന്ന് ആദ്യം നോക്കുക. കാരണം ടിപ്പർ പോലുള്ള വാഹനങ്ങൾ കയറി കഴിഞ്ഞാൽ അവിടെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഒരുപാട് കുറയും. കാരണം ടിപ്പറിൽ നമുക്ക് അൺലോഡ് ചെയ്യാൻ പറ്റും, മെറ്റീരിയൽസ് നമുക്ക് അൺലോഡ് ചെയ്യാൻ പറ്റും, എംസാൻഡും മെറ്റലൊക്കെ നമുക്ക് അൺലോഡ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് ചെറിയ വണ്ടിയിലാണെന്നുണ്ടെങ്കിൽ അൺലോഡ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെന്ത് ചെയ്യും, അൺലോഡിങ് കോസ്റ്റ് കൂടി കൊടുക്കേണ്ടി വരും. അപ്പം ടിപ്പർ പോലുള്ള വാഹനങ്ങൾ കയറുന്ന പ്ലോട്ടാണെങ്കിൽ നമുക്ക് അത്രയും കൺസ്ട്രക്ഷൻ കോസ്റ്റ് കുറഞ്ഞിരിക്കും. അതുപോലെ വേറെ മെറ്റീരിയൽ, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ സൈഡിലെത്തുമ്പോഴുള്ള ലേബർ ചാർജുകളെല്ലാം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ പ്ലോട്ട് വാങ്ങുമ്പോഴത്തേക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യണം കൃത്യമായിട്ട്. കാര്യം ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പൈസയും കൂടി ചേർത്ത് വെച്ചാൽ നമുക്ക് ചിലപ്പം റോഡ് സൈഡിൽ നമുക്കൊരു പ്ലോട്ട് വാങ്ങാൻ ചിലപ്പോൾ നമുക്ക് സാധിച്ചെന്ന് വരാം. ഇനി നമുക്ക് 6ാമത്തെ പോയിന്റ് നോക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പ്ലോട്ടിൻ്റെ തറയുടെ ഉറപ്പ് കൃത്യമായിട്ട് നോക്കിയിരിക്കണം. ഇത് സാധാരണ ആരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്. കാരണം ഫൗണ്ടേഷന് വേണ്ടിയിട്ട് ഏകദേശം 8 ലക്ഷത്തോളം രൂപ നമുക്ക് ചിലവാകാം. കാരണം എന്ന് പറഞ്ഞാൽ ഉറപ്പില്ലാത്ത മണ്ണാണെങ്കിൽ നമുക്കവിടെ പൈലിംഗ് ചെയ്യേണ്ടി വരും. പൈലിംഗ് തന്നെ റോട്ടറി പൈലിംഗ് ഉണ്ട്, ഓഗർ പൈലിംഗ് ഉണ്ട്. റോട്ടറി പൈലിങ്ങിന് അറൗണ്ട് ഈ പറഞ്ഞ 8 ലക്ഷം രൂപ നമുക്ക് ചിലവാകും. ഓഗർ പൈലിങ്ങിനാണെങ്കിൽ അറൗണ്ട് ഒരു 3 ലാഖോളം റുപ്പീസ് നമുക്ക് ചിലവാകും. ഇനി അതല്ല തന്നെ കോളം പുട്ടിങ് സാധാരണ ഇപ്പോൾ എല്ലായിടത്തും ചെയ്യുന്നതാണ്. പക്ഷേ തറ ഉറപ്പില്ലാത്ത തറയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈസുകൾ കൂടും, കോളത്തിൻ്റെ സൈസ് കൂടും, പുട്ടിങ്ങിൻ്റെ സൈസ് കൂടും. അതനുസരിച്ച് നമ്മളെന്ത് ഫൗണ്ടേഷൻ്റെ ബഡ്ജറ്റ് മാറിക്കൊണ്ടിരിക്കും. അതുപോലെ വെൽ ഫൗണ്ടേഷൻ, ഇതുപോലുള്ള ഒരുപാട് മെത്തേഡ് നമുക്ക് എന്ത് ചെയ്യും, ഉപയോഗിക്കേണ്ടി വരും. ഒരു ഉദാഹരണം കൂടി പറഞ്ഞിട്ട് ഈ എപ്പിസോഡ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. നമുക്ക് ഹൈദരാബാദിലൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു, ഒരു സൈറ്റ് ഉണ്ടായിരുന്നു. അതിപ്പം ലാസ്റ്റ് ഘട്ടത്തിൽ നിൽക്കുവാണ്. അതിൻ്റെ ഫൗണ്ടേഷന് വേണ്ടി കുഴിച്ചപ്പോഴത്തേക്ക് അവിടെ റബിള്, അതായത് പാറയുണ്ട്, വലിയ വലിയ പാറകൾ, കുഴിക്കുന്തോറും വലിയ വലിയ പാറകൾ. അത് നമുക്ക് ഈ JCBക്ക് എടുത്ത് മാറ്റാൻ പറ്റാത്ത തരത്തിലുള്ള വലിയ പാറകളും പിന്നെ ചെറിയ പാറകളെല്ലാം ഉണ്ട്. അത് അപ്പോൾ എല്ലാവരും പറഞ്ഞു, അവിടെയുള്ള ആൾക്കാരെല്ലാം പറഞ്ഞു ഇത് പാറയുള്ള സ്ഥലമാണ്, അതുകൊണ്ട് ഇവിടെ സാധാരണ ഡ്രില്ല് ചെയ്തിട്ട് വീട് വയ്ക്കുകയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് സംശയം തോന്നിയിട്ട് ഞാൻ JCB കൊണ്ട് വീണ്ടും അതിനകത്ത് കുഴിച്ചു. അപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് ചെറിയ പാറകളും വലിയ പാറകളും ഇതിനകത്ത്
ഉണ്ട് എന്നുള്ളതും അത് മാത്രമല്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത് ഈ പ്ലോട്ടിലെ തന്നെ പാറ തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ നല്ല ഉയരത്തിൽ ആ പ്ലോട്ടിൽ പാറ അവിടെ ഉണ്ടായിരുന്നു. ഈ പാറയെ പൊട്ടിച്ച് ഈ താഴ്ന്ന ഭാഗത്തോട്ട് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ മണ്ണിട്ട് നികത്തിയ പ്ലോട്ടാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ പൊട്ടിച്ചിടുന്ന പാറയാകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇടയിലോട്ട് മണ്ണിറങ്ങാറില്ല, മണ്ണിൻ്റെ മേളിൽ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ വീട് വെച്ചാലുള്ള കാര്യം ഞാൻ പറയേണ്ടതായിട്ടൊന്നുമില്ലല്ലോ, അത് മനസ്സിലാക്കാന്നുള്ളതേ ഉള്ളൂ. അതിൻ്റെ വീഡിയോസും പിക്ചേഴ്സും നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ. അപ്പം ആ സൈറ്റിൽ പിന്നെ ചെയ്തതെന്ന് പറഞ്ഞാൽ എല്ലാ പാറകളെയും മുകളിൽ കയറ്റി, അല്ല വേറെ വഴിയൊന്നുമില്ല. അതിനുശേഷം 2 മീറ്ററോളം എറൗണ്ട് താഴ്ച വന്നു. അപ്പോൾ എല്ലാ പാറകളും മുകളിൽ കയറ്റിയപ്പോഴത്തേക്ക് അതിനുശേഷം പിന്നെ നമ്മൾ അതിനകത്ത് ഫൗണ്ടേഷൻ ചെയ്യേണ്ടി വന്നു. അപ്പോൾ നമുക്ക് പ്രതീക്ഷേനേക്കാളും കൂടുതൽ ചിലവ് അവിടെ ഉണ്ടായി. പക്ഷേ അവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു മെത്തേഡാണ് നമ്മളടുത്ത് പറയാൻ പോകുന്നത്. ഇവിടെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ, ഒരു പ്ലോട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാം ഓക്കെയാണ്, ഡോക്യുമെൻസും എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ നമ്മൾ അടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഉടമസ്ഥൻ്റെ അടുത്ത് പറയണം, നമുക്ക് അതിൻ്റെ ഒരു സോയിൽ ടെസ്റ്റ് റിപ്പോർട്ട് വേണമെന്ന് പറയണം. അപ്പോൾ ഈ സോയിൽ ടെസ്റ്റ് റിപ്പോർട്ട് നമ്മൾ ആ സമയത്ത് പ്ലോട്ട് വാങ്ങാൻ നിൽക്കുന്നത് കൊണ്ട് നമ്മൾ പറയുന്ന ഡോക്യുമെൻറ്റ്സ് എന്തായാലും ആ ഓണർ നമുക്ക് ചെയ്തു തരും. അതിന് സാധാരണ വരുന്നത് ഒരു 15,000 രൂപ മുതൽ ഒരു 20,000 രൂപ വരെ ചിലവ് വരും. എന്നാൽ ഇത് കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്ക് ധൈര്യമായിട്ട് ആ വീടിൻ്റെ ഫൗണ്ടേഷൻ എങ്ങനെ വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. കൃത്യമായിട്ടും ആ സോയിൽ ടെസ്റ്റ് റിപ്പോർട്ടിൽ കാണും. അതിനകത്ത് നമുക്ക് എങ്ങനെ വേണമെന്നും അത് ഏത് മെത്തേഡ് അഡോപ്റ്റ് ചെയ്യണമെന്നും അതിന് എത്ര രൂപ കോസ്റ്റ് വരുമെന്നും എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്ലോട്ട് വാങ്ങുമ്പം തന്നെ നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു കാൽക്കുലേഷൻ നമുക്ക് ഉണ്ടാവും. കാരണം നമുക്ക് ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കി നമ്മളോട് വീട് വയ്ക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനമാണല്ലോ. ആ അടിസ്ഥാനം ശരിയാക്കാൻ വേണ്ടിയിട്ട് ഒരു 20,000 രൂപ ചിലവാക്കിയാൽ നമുക്ക് ഭാവിയിലുണ്ടാകുന്ന ഈ വെള്ളപ്പൊക്കം, ഭൂമികുലുക്കം, മറ്റ് പ്രകൃതി ദുരന്തങ്ങൾ ഇവ എല്ലാത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രക്ഷപ്പെടാൻ സാധിക്കും. എന്ന് മാത്രമല്ല ബാക്കി മേളിലോട്ടുള്ള കെട്ടിടം നല്ല ഉറപ്പുള്ളതുമായിരിക്കും. നമുക്ക് ഒരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യവും ഇല്ല. ഇനിയും വീടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അറിയാൻ കഴിയാത്ത കാര്യങ്ങളാണെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിച്ച് കൃത്യമായ ഒരു മറുപടി തരുന്നതാണ്. അടുത്ത എപ്പിസോഡിൽ വസ്തുവിൻ്റെ ഡോക്യുമെൻറ്റ്സ്, ആ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ ചെക്ക് ചെയ്യണമെന്നും ആരെക്കൊണ്ട് ചെക്ക് ചെയ്യിപ്പിക്കണമെന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് പറയുന്നതാണ്.